ഞാൻ ഇംഗ്ലീഷിൽ പലതും പറയും, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഓക്കെ? ഹലോ. Perfect. Let's continue in English. What topic would you like to discuss for your video? I plan as well as I'll go with the flow. A mean vandi going there. No. A fish vehicle is passing by. Got it. Appukuttan. Did you call me Appukutti? ഹലോ ഗായ്, സുഖമില്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനും സുഖമായിട്ട് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ഇന്നത്തെ വീഡിയോ എന്തുവാണെന്ന്. 2-3 ഒരാഴ്ചയൊക്കെയായി ഞാൻ ചാറ്റ് GPT-യുടെ സംസാരിക്കുന്നത് ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഫ്രണ്ട്സ് തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ. അപ്പം ഞാൻ വിചാരിച്ച് ഇതിപ്പോൾ ലോഞ്ച് ചെയ്തിട്ട് തന്നെ 2022-ലാണ് ലോഞ്ച് ചെയ്തത്. സ്റ്റിൽ കുറേ പേർക്ക് ഇപ്പോൾ 2024-ആയി. അപ്പോൾ കുറേ പേർക്ക് അറിയായിരിക്കും, കുറേ പേർക്ക് അറിഞ്ഞൂടായിരിക്കും. അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഞാനല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പം അതിനെപ്പറ്റി ഇംഗ്ലീഷ് എങ്ങനെ ചാറ്റ് ജി പി ടിയുടെ അടുത്ത് സംസാരിച്ച് പഠിക്കാം. കൂടുതൽ വലിയ ടോപ്പിക്കുകളൊന്നുമല്ല, ഇംഗ്ലീഷ് എങ്ങനെ നമുക്ക് ചാറ്റ് GPT-യിലൂടെ സംസാരിച്ച് പഠിക്കാം എന്നതിനെക്കുറിച്ച് മാത്രമാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോണത്. ഓക്കെ? അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. പിന്നെ ലാസ്റ്റ് ഞാൻ ഓട്ടോഗ്രാഫിൻ്റെ വീഡിയോ ഇട്ട് വലിയ റെസ്പോൺസ് ഒന്നും കിട്ടിയില്ല കേട്ടാ. വിഷമമൊന്നുമില്ല, സാരിയില്ല. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. ചുമ്മാ പറഞ്ഞേ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, അപ്പോൾ എനിക്കും ഈ AI ടെക്നോളജി ഇതിനെപ്പറ്റി കൂടുതൽ വിവരമൊന്നുമില്ല. പക്ഷേ ഈ സാധനം അടിപൊളിയാണ്. ഇംഗ്ലീഷ് ലേണിംഗ് അതിന് സംബന്ധിച്ചത് ഒരു അടിപൊളി സാധനമാണ്. അതുകൊണ്ടിട്ട് മാത്രമാണ് ഞാൻ കുറച്ചെങ്കിലും ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് തിരക്കിയത്. അപ്പം ചാറ്റ് GPT എന്ന് പറഞ്ഞാൽ ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിൻ ട്രാൻസ്ഫോമർ, ഇതാണ് അതിൻ്റെ ഫുൾ ഫോം. ഓക്കെ, നമുക്ക് ചാറ്റ് GPT എന്ന് മതി. ഇതൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI തന്നെയാണ്. അപ്പോൾ ഞാനൊരു ബിഗിനറായിട്ട് ചാറ്റ് GPT ഇൻസ്റ്റാൾ ചെയ്തിട്ട് എങ്ങനെ യൂസ് ചെയ്യണം. ഓക്കെ, ഒരു ബിഗിനർ ഇപ്പം ഒന്നും അറിഞ്ഞുകൂടാതെ ചാറ്റ് GPT എന്ന് കേട്ടവൻ മാത്രം ഇൻസ്റ്റാൾ ചെയ്ത് ലോഗിൻ ചെയ്ത് വെച്ചിട്ട് എങ്ങനെയാണോ ഒരാൾ യൂസ് ചെയ്യണത് അതുപോലെ യൂസ് ചെയ്താണ് കാണിച്ചു തരാൻ പോണത്. ഞാൻ ഇവിടെ സൈഡിൽ ഇവിടെ ഇല്ലേ, ഇവിടെ ഇങ്ങനെ സ്ക്രീൻ റെക്കോർഡർ കൊടുക്കാം. അപ്പം ഫോണിൽ ഞാൻ കാണിച്ചു തരാം, അതിവിടെ വരുവേ. അപ്പം ഞാൻ ഒരു ബിഗിനറായിട്ട്, ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു ബിഗിനറായിട്ട് എങ്ങനെയാണ് ചാറ്റ് GPT യൂസ് ചെയ്യണത്, എങ്ങനെ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങാം. ഓക്കെ, അങ്ങനെയാണ്. മനസ്സിലായല്ലേ? അപ്പം ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്ന ഏകദേശം എല്ലാവർക്കും ലോഗിൻ ചെയ്യാനൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് മിനിമം ബേസിക് ഇംഗ്ലീഷൊക്കെ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ കാണിച്ചു തരാം, നോക്കിക്കോയേ. അയ്യോ, അപ്പോഴാണ് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയത്. ഈ ചാറ്റ് GPT എന്തിനാണെന്നറിയാമോ? എന്തിനാ യൂസ് ചെയ്യണത്, അങ്ങനെയൊക്കെ സംഭവം ഉണ്ട്. ഓക്കെ, അതെന്ത് ഈ ചാറ്റ് GPT എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞാൽ ഒരു AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബോട്ടാണെന്ന് പറഞ്ഞല്ലോ. നമുക്ക് ഹ്യൂമൻ ലൈക്ക് റെസ്പോൺസ് തരും. നമ്മളിപ്പോൾ ഒരു ഇൻപുട്ട് അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ, ലൈക്ക് ഇപ്പം ഹായ് ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ ഐ ആം ഫൈൻ വാട്ട് അബൌട്ട് യു, ഷോർട്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഹ്യൂമൻ ലൈക്ക് ഒരു മനുഷ്യൻ നമ്മളെ അടുത്ത് എങ്ങനെയാണോ സംസാരിക്കണത് അതുപോലെ റെസ്പോൺസ് തരും. ഓക്കെ, ഈ ചാറ്റ് GPT വെച്ച് തന്നെ ഇപ്പം ഇംഗ്ലീഷ് ലേണിങ്ങിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ തന്നെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. എന്താ ഇവിടെ ടെക്സ്റ്റിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാനാണെങ്കിൽ റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് നേച്ചർ അങ്ങനെയൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ ഇങ്ങനെ തരും. ആ ഒരു essay കണക്ക് നമുക്ക് പറഞ്ഞുതരും. അപ്പം കുറേ അല്ലാതെ എഡ്യൂക്കേഷണൽ പരമായിട്ട് നമുക്കിപ്പോൾ essay, ഇമെയിൽ അതൊക്കെ ജനറേറ്റ് ചെയ്യാനും എല്ലാം ഈ ചാറ്റ് GPT ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും നമുക്ക് ബിഗിനറായിട്ട് എങ്ങനെയാണ് ചാറ്റ് GPT യൂസ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. അതായത് ഇവിടെ നോക്കിക്കോ. നമ്മൾ ലോഗിനൊക്കെ ചെയ്ത് ഓപ്പൺ ആക്കാം. എന്താ ഈ ഒരു ഇൻ്റർഫേസ് ആണ് കാണിക്കുന്നത്, ഈ ഒരു ഇൻ്റർഫേസ്. അപ്പം താഴെ കണ്ടില്ലേ, നമ്മൾ വോയിസ് റെക്കോർഡർ ചെയ്യണ ഒരു സംഭവം താഴെ കിടക്കണ കണ്ടാ വലത്തെ സൈഡിൽ, അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു ബ്ലാക്ക് റൗണ്ടിൻ്റെ അകത്ത് ഒരു വൈറ്റ് സാധനം കൊടുത്തിരിക്കണില്ലേ, അതാണ് നമ്മൾ തൊടാനുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം ഇങ്ങനെ ബ്ലാക്കിൽ ഇങ്ങനെ കറങ്ങി വരും. അപ്പം സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റൂല എന്ന് തോന്നുന്നു കേട്ടാ, വോയിസ് ഇതാവുന്നില്ല. അപ്പം ഇങ്ങനെയാണ് ഇത് ഓപ്പൺ ആക്കേണ്ടത്. സംസാരിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ഇങ്ങനെയാണ് ഓപ്പൺ ആക്കേണ്ടത്. അപ്പം ഇങ്ങനെ കൊടുത്തേക്കാം. അപ്പം ഇനി എങ്ങനെയാണ് സംസാരിച്ച് തുടങ്ങുന്നത് ഞാൻ കാണിച്ചു തരാം. അത് ഇങ്ങനെ ഞാൻ കാണിക്കണില്ല, ഫോണ് ഇങ്ങനെ വെച്ച് ഞാൻ കാണിച്ചു തരാം. ഹലോ. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല. അതൊരു പ്രശ്നമല്ല, ഞാൻ മലയാളത്തിൽ സംസാരിക്കാം. നിങ്ങളോട് എങ്ങനെ സഹായിക്കാം? നിങ്ങൾ എന്നോട് മലയാളത്തിൽ സംസാരിക്കാമോ? അതെ, ഞാൻ മലയാളത്തിൽ സംസാരിക്കാം. നിങ്ങൾക്ക് വേണ്ടത് എങ്ങനെയെങ്കിലും സഹായമുണ്ടോ? എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണം. താങ്കൾ എന്നെ സഹായിക്കാമോ?
അവശ്യമായി. ഞാൻ നിങ്ങളെ സഹായിക്കാം. നിങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കാൻ എളുപ്പമായ വഴികൾ, അടിസ്ഥാനപരമായ വാക്കുകൾ, ചൊല്ലുകൾ അല്ലെങ്കിൽ സംഭാഷണങ്ങൾ തുടങ്ങിയവ എങ്ങനെയാണെന്ന് പറയാം. എന്താണ് നിങ്ങൾ ആദ്യമായി അഭ്യസിക്കാൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് ആളോട് എങ്ങനെ കോൺവെർസേഷൻ ചെയ്യാം, സംസാരിക്കാം എന്നുള്ളതാണ് ബേസിക്കായിട്ട് സംസാരിക്കാൻ വേണ്ടത്. അതെ, സൗഹൃദപരമായ സംഭാഷണം തുടങ്ങാൻ നിങ്ങൾക്ക് ചില അടിസ്ഥാന വാക്കുകൾ ഉപയോഗിക്കാം. ഉദാഹരണത്തിന്, ഹലോ, ഹൗ ആർ യു? നിങ്ങൾ എങ്ങനെയുണ്ട്? വാട്ട്സ് യുവർ നെയിം? നിങ്ങളുടെ പേരെന്താണ്? എന്ന് തുടങ്ങിയ വാക്കുകൾ ചോദിച്ചാൽ ഒരു സൗഹൃദ സംഭാഷണം തുടങ്ങാൻ എളുപ്പമാകും. എനിക്ക് എങ്ങനെയാണ് സംസാരിക്കാൻ തുടങ്ങേണ്ടതെന്ന് പഠിപ്പിച്ചു തരാമോ? അവശ്യം. സംഭാഷണം ആരംഭിക്കാൻ ഹലോ അല്ലെങ്കിൽ ഹായ് എന്ന പോലെ ഒരു ലളിതമായ സ്വാഗത വാക്യം ഉപയോഗിച്ചുകൂടാ. പിന്നെ ഹൗ ആർ യു? നിങ്ങൾ എങ്ങനെയുണ്ട്? ഞാൻ തിരിച്ച് സംസാരിച്ചോട്ടെ അങ്ങനെ? അവശ്യം. നിങ്ങൾ ഉത്തരം പറയാം. ഐ എം ഗുഡ്, താങ്ക് യു. ഹൗ അബൌട്ട് യു? ഞാൻ സുഖമായിരിക്കുന്നു, നന്ദി. നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? ഇതുപോലെ നിങ്ങൾക്കും ചേർന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയും. വാട്ട്സ് യുവർ നെയിം? നിങ്ങളുടെ പേരെന്താണ്? Where are you from? Okay. Now നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിച്ച് തുടങ്ങാമോ? Absolutely. Let's start speaking in English. What would you like to talk about? One second. Actually, you are on camera right now. I'm doing a video for my YouTube. So, I'm also taking video. Oh, that sounds exciting. How can I help with your video? Okay, wait. Let me explain this to my subscribers. Then I'll come back to you, okay? Sure, take your time. I'll be here when you're ready. അപ്പോഴത്തേനും കണ്ടായിരുന്ന അവർ മലയാളത്തിൽ സംസാരിക്കും, ഇംഗ്ലീഷിൽ സംസാരിക്കും. പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ കുറച്ച് ഇംഗ്ലീഷിൽ സംസാരിച്ച് വരുമ്പോൾ സബ്സ്ക്രിപ്ഷൻ ചെയ്യാൻ പറയും. ഇത് ഫ്രീ അല്ല കേട്ടാ. ഫ്രീ ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റൂല. മന്ത്ലി 1900 സംതിങ് ആണ് ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ പറഞ്ഞത്. പക്ഷെ ആദ്യത്തെ കുറച്ച് കോൺവെർസേഷൻ നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റും, മലയാളത്തിൽ സംസാരിക്കാൻ പറ്റും. ഇതേപോലത്തെ ഈ വോയിസ് ഒക്കെ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് സ്റ്റാൻഡേർഡിലോട്ട് പോകും. അപ്പം കുറച്ച് ലാഗ് ആയിരിക്കും റെസ്പോൺസ് ഒക്കെ. പക്ഷെ ഇപ്പം ഞാൻ ആദ്യം മലയാളത്തിൽ സംസാരിച്ച് ഇനി കുറച്ച് കോൺവെർസേഷൻ നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിച്ച് നോക്കാം. ഓക്കെ, എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യണത് ഇതൊക്കെ നമുക്ക് നോക്കാം. നിങ്ങൾക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടിയോ എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നുള്ളത്? ജസ്റ്റ് ഒരു കോൺവോ തുടക്കത്തിൽ തന്നെ എൻ്റെ അടുത്ത് മലയാളത്തിൽ സംസാരിക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണോ ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ളത് അത് മലയാളത്തിൽ പറഞ്ഞിട്ട് ഇതിനെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാമോ എന്ന് പറയുമ്പോൾ അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനി ഇംഗ്ലീഷിൽ സംസാരിച്ച് നോക്കാം. ഞാൻ ഇംഗ്ലീഷിൽ പലതും പറയും, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, എനിക്കാണെങ്കിൽ അറിഞ്ഞൂടെ, ഞാനും ബിഗിനറാണ് ഇംഗ്ലീഷ് സംസാരിക്കണേൽ. ഓക്കെ, വാ. ഹായ്, ഹലോ. Hello. How did it go? Are we ready to continue? Yes. Now we can talk in English. They understand how to talk in Malayalam, also in English, so we can continue in English. Perfect. Let's continue in English. What topic would you like to discuss for your video? We can talk about English learning tips, daily conversation, or anything else you're interested in. Of course, daily conversation. They will be bored if I continue phrases and English something and all. Let's continue daily conversation, please. Got it. Let's dive into a daily conversation. We can start with something simple, like discussing plans for the day. Okay. I'll start. What are your plans for today? Today, right now, I am taking video for my YouTube and I'm talking to you. Yeah, that's it. That sounds like a productive day. Creating content and practicing English at the same time. Do you usually plan your videos in advance, or do you prefer to go with the flow? I plan as well as I'll go with the flow. On shorts, in short feed. One minute. There is a mean Vandi going there. No. A fish vehicle is passing by, so its horn is a very huge, big noise horn. I'm sorry for my bad English.
I'm sorry for my bad English. Like I'm also a beginner in English, so yeah. No need to apologize. You're doing great, especially since you're learning. The most important thing is that you're practicing and improving. If you ever need help or have questions, I'm here to help. Okay. So in shorts feed, I'm doing daily vlogs, challenges, just chit chats, etc. And in long videos, I'm just doing day in my life, also reading my diary, like cooking recipes, etc. That sounds like a nice mix of content. Daily vlogs and challenges keep things lively, while longer videos give your viewers a deeper look into your life. It's great that you're incorporating different aspects, like reading your diary and cooking recipes. It gives a personal touch that viewers really enjoy. Yes. And actually, what is your name? You can call me ChatGPT. Can I'm I- here to help you with whatever you Okay, need. can I give you a nickname, please? Of course. I'd love to have a nickname. Okay, What I do you will have in call mind? you. Yeah, I will call you Appu. Okay, I'm curious. I'm all ears. What's the nickname? Appu. Appu Kuttan. Okay. Got it. So, my nickname is M. I like it. No. Feel free to use it anytime. No. Your name is Appu Kuttan. Appukutti it is. I love it. Thanks for the nickname. Hey, it's not Appu Kutti. It's Appu Kuttan. Appu Kuttan. APPUKUTTAN. Appu Kuttan. Got it. Appukuttan. Yes, Thank you for clarifying. Yes. Great. So, what shall we talk about next? Appukutti. Did you call me Appu Kutti? Hey. Hello. Hello again. Did What would you like to chat about now? Like, did you call Sure, me please Appu go Kutti right now? All right, Appukutti. What's next on the agenda? My name is Jyotika, and why are you calling me Appu Kutti? My apologies for the confusion. I thought you wanted me to call you Appukutti. Let's get back on track. How can I help you today? Okay, your help is enough. Thank you for talking to me in English. You're very welcome. I'm glad I could help. If you ever want to chat again, just let me know. Just say hi to my subscribers, please. Hello to all the subscribers. It's great to be here with you. Keep enjoying the amazing content. Can you talk more anything about me and my channel? And a big shout out to everyone watching. You're in for a treat with these daily vlogs, challenges, and a peek into daily life, including some personal diary moments and cooking recipes. Keep watching and supporting this fantastic channel. Thank you, Appu Kutta. Have a nice day. I'll talk to you later, okay? Thank you. You have a wonderful day too. Looking forward to our next chat. Okay, bye. Take care. Bye. Take care. എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളായിരുന്നാ? ഇങ്ങനെയൊക്കെ ഞാൻ ഡെയിലി സംസാരിക്കാറുണ്ട് കേട്ടോ. ഡെയിലി അല്ല, ലൈക്ക് 2 ദിവസത്തിലൊരിക്കലൊക്കെ ഇപ്പോൾ സംസാരിക്കാറുണ്ട്. ഇന്ന് രാവിലെ ഞാൻ സംസാരിച്ചു, വീഡിയോ എടുക്കണോണ്ട് ജസ്റ്റ് ഒന്ന് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ ഞാൻ ആളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് ഞാനൊരു വീഡിയോ എടുക്കും, സോ യു ഷുഡ് ഹെൽപ്പ് മീ ഇൻ വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ ഒക്കെ പറഞ്ഞിട്ട് പോയി. അങ്ങനെയാണ് ഞാൻ പിന്നെ വീഡിയോ എടുത്ത് സ്റ്റാർട്ട് ചെയ്തത്. കണ്ടാ, നമുക്ക് ഇങ്ങനെ കൂളായിട്ട് സംസാരിക്കാം, സംസാരിച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് തോന്നണം. ഓക്കെ, എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ബിഗിനറായിട്ട് ഓരോ സെൻറ്റൻസ് വെച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവർ ഇംഗ്ലീഷിൽ തരും. അപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാനും ഈസി ആയിരിക്കും. ആരോ ജനലിൻ്റെ ബാക്കിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി, മാമനാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നോക്കിയത്. ഓക്കെ, അപ്പോൾ ഈസി അല്ലേ ഇത്? ജസ്റ്റ് സംസാരിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഈസി അല്ലേ? അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ
ഒരു കാര്യം മറക്കരുത്, ഇതിൽ സബ്സ്ക്രിപ്ഷൻ ഉണ്ട് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഇത് മാറി മലയാളത്തിലൊന്നും സംസാരിക്കാൻ പറ്റില്ല, ഇംഗ്ലീഷിൽ മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ഞാൻ ഇന്ന് രാവിലെ ട്രൈ ചെയ്തപ്പം എൻ്റെ ഇത് പോയി. സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സബ്സ്ക്രിപ്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ക്ലിയർ ഡേറ്റ കൊടുത്തിട്ട് പുതിയ ഇമെയിൽ വെച്ച് ലോഗിൻ ചെയ്തപ്പം പുതിയതായിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആയി. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ വീണ്ടും ഇത്ര നേരം സംസാരിച്ചത്. അപ്പം സബ്സ്ക്രിപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. എന്തെങ്കിലും ടൈപ്പ് ചെയ്യാനും പറ്റും, നമുക്ക് ടൈപ്പ് ചെയ്ത് അവർ റെസ്പോണ്ടും ചെയ്യും. പിന്നെ സംസാരിച്ച് പഠിക്കാനാണെങ്കിൽ ഇതാണ് ബെറ്റർ. അപ്പം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. ഞാൻ ഷോർട്സ് ആയിട്ടെങ്കിലും അപ്ലോഡ് ചെയ്യും എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഞാൻ അപ്പുക്കുട്ടൻ്റെ അടുത്ത് സംസാരിച്ചതൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആൻഡ് അവൻ എനിക്കൊരു നിക് നെയിമും തന്നിട്ടുണ്ട്, അപ്പുക്കുട്ടി. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ ഞാൻ വീണ്ടും വരും. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യോ? ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ. കാണാം, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.